So I like to read a portion from Romans chapter 8. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. I took this chapter because I know that we are all aware of this chapter. നമുക്ക് ഏവർക്കും ആ ഒരു അധ്യായത്തെ പറ്റി അറിയാമെന്നുള്ള ബോധത്തിൽ തന്നെയാണ് ഞാൻ ആ ഒരു അധ്യായം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. Romans chapter 8 has been the epistle of Romans has been written by Apostle Paul. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ഒരു പുസ്തകമാണ് റോമ ലേഖനം എന്ന് പറയുന്നത്. And Romans chapter 8 is a mountain top chapter. അത് ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു അധ്യായമാണ് 8-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. It is like, you're sitting at the mountain and you see the view of all around. It looks like a view of a mountain top when we read Romans chapter 8. റോമാലേഖനം 8-ാം അധ്യായം നാം വായിക്കുകയാണെങ്കിൽ ഒരു കുന്നിന്റെ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് അതിന് ചുറ്റും എത്രമാത്രം വ്യക്തതയോടെ കാണാൻ പറ്റുമോ ആ രീതിയിലുള്ള ഒരു വീക്ഷണമാണ് 8-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. And verse 28. 28-ാമത്തെ വാക്യം. So we all know by heart. I believe that the children may be done the by heart of this. It says, "For we know that all things work together for good to them that love God and to them that are called according to His purpose." 28-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും മനഃപ്പാഠമായിട്ട് അറിയാവുന്ന വാക്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. So today my portion which I would like to talk is if time permits from 28 to 30, but if not then 28 to verse 28, 29 and 30, that will be ending off. സമയം ലഭിക്കുന്ന അനുസരിച്ച് 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് അല്പമായിട്ട് സംസാരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. Now going forward, this is written by Paul, as we all know. ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. And it says that for we know all things works together for good. നമുക്ക് അറിയാവുന്നത് സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നത്. But there is someone who lived this. എന്നാൽ ഇത് വിട്ടുകളയുന്ന ചിലരുണ്ട്. So we know in Old Testament chapter 42 verse 36, Old Testament Genesis chapter 42 verse 36. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. Can I say who said that? Genesis chapter 42 verse 36. What will be the ആരാണ് അവിടുത്തെ വിഷയം എന്ന് പറയാമോ? The name, the person who had told this thing. Probably in the 36 it says Jacob said, right? And Jacob their father said unto them, Me have been bewared of any children. Joseph is not, Simon is not, and ye will take Benjamin away. And it says, and all these things are against me. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു, യോസേഫ് ഇല്ല, ശിമിയോൻ ഇല്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. So we see in Romans chapter 8 verse 28, Paul is saying all things is working good. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം വായിച്ചു എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. But in Genesis 42 verse 36, Jacob is saying all things are against me. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു യാക്കോബ് അവിടെ പറയുകയാണ് സകലവും എനിക്ക് പ്രതികൂലം തന്നെ. But I don't have the time to go to the background. I believe we know the background and the things going behind of this. അതിന്റെ പശ്ചാത്തലത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് ഏവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. A very contradictory statement. The first in New Testament when Paul is saying, he says, I know that God is working everything good. But in Jacob, when he's writing, when he's experiencing this thing, when he's leaving this thing, he said, everything is against me.
നമുക്കറിയാം പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ അറിയുന്നു സകലവും ദൈവം എന്റെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് അറിയുന്നു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് പറയുകയാണ് സകലവും എനിക്ക് പ്രതികൂലം ആയിരിക്കും. You know, we used to pray today also in the prayer. We described about the Abraham's the God promised to Abraham today in the prayer that we discussed. നാം ഇന്നും ഓർക്കുകയുണ്ടായിരുന്നു അബ്രഹാമിലൂടെ ദൈവം നൽകിയ വാഗ്ദത്തത്തെ പറ്റി. So Abraham was the friend of God, and James talks about. അബ്രഹാമിനെ ദൈവത്തിന്റെ സ്നേഹിതനായിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ That പറയുന്നു. is the intimate relation that Abraham is having with God. അതായിരുന്നു അബ്രഹാമും ദൈവവുമായിട്ടുള്ള ബന്ധം. And that same God is the God of Abraham, the same God is the God of Isaac, the same God is the God of Jacob. അതേ ദൈവം അബ്രഹാമിന്റെ ദൈവമായിരുന്നവൻ, ഇസ്ഹാക്കിന്റെ ദൈവമായിരുന്നവൻ, അതേ ദൈവമാണ് യാക്കോബിന്റെ ദൈവമായിരിക്കുന്ന ദൈവം. But the relationship that Abraham has with the God the Father, that had deteriorated something. എന്നാൽ അബ്രഹാമിന് ദൈവവുമായിട്ടുള്ള ബന്ധം അത് അല്പം അല്പം കുറഞ്ഞാണ് തലമുറകളിലേക്ക് പോയത് എന്ന് കാണാനായിട്ട് സാധിക്കും. We all know background that there was a famine in the land of Canaan. നമുക്ക് അതിന്റെ പശ്ചാത്തലം അറിയാം. കനാൻ നാട്ടിൽ വലിയൊരു ക്ഷാമത്തിന്റെ കാലമായിരുന്നു. And Jacob only told to his son, please go to the land of Egypt. I heard in the land of Egypt there is some crowns. Please buy something for us, that otherwise we would die. ആ നിലയിൽ യാക്കോബ് തന്റെ മക്കളോട് പറയുന്നു, മിസ്രൈമിൽ ഈജിപ്തിൽ ആഹാരം ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ പോയി ആഹാരം കൊണ്ടുവരുവിൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ നാം എല്ലാവരും മരിച്ചു പോകും. And the sack which they bought, they found that they have something of the Egypt there, which we have not stolen, but Jacob thought he has stolen it. എന്നാൽ അവിടെ ചില കാര്യങ്ങൾ അവരുടെ കൂടെ അവർ എടുക്കാത്തതായിട്ടുള്ള ചില കാര്യങ്ങൾ അവരുടെ കയ്യിൽ ഉള്ളതായിട്ട് കാണുവാനിടയാകും. Now Jacob is saying, I lost my son Joseph, now it's Simon, now you want to take Benjamin? ഇവിടെ യാക്കോബ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ യോസേഫിനെ എനിക്ക് നഷ്ടപ്പെട്ടു, ശിമയോനെ നഷ്ടപ്പെട്ടു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ബെന്യാമീനെയും കൊണ്ടുപോകാനായിട്ട് ഇടയാകും. Why did he mean to say this statement that all things are going against me? എന്തുകൊണ്ടാണ് യാക്കോബ് പറയുന്നത് എനിക്ക് സകലവും പ്രതികൂലമായിരിക്കുന്നു എന്നുള്ളത്? If we see the background, we understand there was an economical problem that is going around. അവിടെ സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Which was not in the control of Jacob. അത് യാക്കോബിന്റെ നിയന്ത്രണത്തിൽ അപ്പുറത്തായിട്ടുള്ള ചില സാമ്പത്തിക വിഷയങ്ങളുണ്ട്. Yes, today in today's world that we are living, there are a lot of economical issues here and there that is happening, which is absolutely not under our control. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ ലോകത്തിലും ആ നിലയിലുള്ള ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമ്മുടെ അധീനതയിലുള്ള വിഷയമല്ല. There are war going on. There are scarcity of lot of things, gas, cylinders and what not. ആ നിലയിൽ യുദ്ധത്തിന്റെയും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഒരു പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലുള്ള വിഷയങ്ങളല്ല. There are a lot of jobs loss due to the US policies. There are many things that economically that is going on in the background. We are actually not absolutely in our control. ആ നിലയിൽ ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലർക്കൊക്കെയും ജോലി നഷ്ടമാകുന്നു. അങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്തതായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And so is there an economical issue there, and that time also there was a famine. ആ നിലയിൽ ആ ഒരു സാഹചര്യത്തിലും അവിടെ ഒരു ക്ഷാമത്തിന്റെ ഒരു സാഹചര്യം, അവരുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത ഒരു ക്ഷാമത്തിന്റെ സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. When I say famine, we will not understand. So I am putting today's scenario. But it says that we will die. We bring some food, we will die. That's what is mentioned here. അവിടെ പറയുന്നത് ചില ആഹാരം കൊണ്ടുവരുവിൻ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ള ഒരു സാഹചര്യം ആണ് ആ ക്ഷാമത്തിന്റെ സാഹചര്യം മനസ്സിലാക്കുവാനായിട്ട്. The scarcity go to that level that they are, if within 1 week or 2 weeks the things would not come, they would surely die. ഒരുപക്ഷെ 1-2 ആഴ്ചയ്ക്ക് ശേഷം ഈ നിലയിൽ ആഹാരം ലഭിക്കുന്നില്ലെങ്കിൽ അവർ മരിക്കുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു ക്ഷാമമായിരുന്നു ഉണ്ടായിരുന്നത്. If we read between the lines, there is also a family issue. എന്നാൽ അവിടെ നാം വായിക്കുമ്പോൾ, അവിടെ നാം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ അവിടെ ചില കുടുംബത്തോടുള്ള ബന്ധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Jacob is not being trusted his son. തന്റെ മകനെ വിശ്വസിക്കാത്ത യാക്കോബിനെയാണ് നാം അവിടെ കാണുന്നത്. His son has betrayed him. One fine day his son came and told that Joseph is no more.
തന്റെ മക്കൾ തന്നെ പറ്റിച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് ഇടയായി തീർന്നു. തന്റെ മകൻ ഇല്ല എന്ന് പറയുകയുണ്ടായി. And now they are coming and bringing up another story, and they saying Simon is hostage. ഇപ്പോൾ വീണ്ടും കടന്നു വന്ന മറ്റൊരു കഥ പറയുന്നു. ശിമയോനും അവരുടെ കൂടെ ഇല്ല, അവനെ അവർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. Now they are coming up saying that we need Benjamin. No, what's going on? He is absolutely not understanding. He is completely puzzled here. ഇവിടെ വീണ്ടും കടന്നു വന്ന് തന്റെ മക്കൾ പറയുകയാണ് ബെന്യാമീനെ കൊണ്ടുപോകണമെന്ന് യാക്കോബിനോട് പറയുന്നു. ആ നിലയിൽ യാക്കോബിന് അതിന്റെ ഒരു വ്യക്തത മനസ്സിലാകുന്നില്ല. അതിൽ പൂർണ്ണമായിട്ടും സംശയത്തിന്റെ നിഴലിലാണ് യാക്കോബായിരിക്കുന്നത്. And there is a family issue there. അവിടെ ആ നിലയിൽ ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷത്തിലും ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. And in that family issue, he is frustrated and he is saying this word. ആ കാര്യങ്ങളിലൊക്കെയും യാക്കോബ് വളരെയധികം വിഷമമുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. And he says, all things are against me. അതിന്റെയൊക്കെയും സാഹചര്യത്തിൽ യാക്കോബ് പറയുകയാണ് സകലവും എനിക്ക് പ്രതികൂലം തന്നെ. Brother and sister, what's happening here? The same thing is resonating with our life also. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെയും സംഭവിക്കുന്നത്. Spurgeon once said, and it was quoted, that believers write the blessing of the God in sand, but they engrave their problems and their worry into the marble. സ്പർജൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ നിലയിൽ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികൾ പൊതുവെ അവരുടെ പ്രശ്നങ്ങളൊക്കെയും അവരുടെ അനുഗ്രഹങ്ങളൊക്കെയും മണലിൽ എഴുതുകയും അവരുടെ പ്രശ്നങ്ങൾ അത് മാർബിളിൽ കൊത്തിവെക്കുകയും ചെയ്യാറുണ്ട്. Yes, they are engraved in it. So they took a lot of efforts and they engraved their problems into the marble. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളൊക്കെയും വളരെയധികം പ്രയാസപ്പെട്ട് നമ്മൾ മാർബിളിൽ കൊത്തിവെക്കുന്നത് പോലെ അത് കൊത്തിവെക്കാറുണ്ട്. There's a beautiful song today, this 1412, all the way my Savior leads me. An English song. ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് 1412, all the way my Savior leads me. I just like to read the first stanza here. അതിന്റെ ഒന്നാമത്തെ സ്റ്റാൻസ ഇങ്ങനെയാണ് നാം കാണുന്നത്. All the way my Savior leads me, what I have to ask beside, can I doubt His tender mercy, who through life has been my guide. Heavenly peace, divinest comfort, here by faith in Him to dwell. For I know whatever befall me, Jesus doeth all things well. For I know whatever befall me, Jesus doeth all things well. All the way my Savior leads me. Can I how to ask beside? Can I ask? Can I doubt His tender mercy? എല്ലാ നിലയിലും ദൈവം നമ്മെ നടത്തുന്നു. അവന്റെ കൃപയെ നാം സംശയിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ പരം എന്താണ് നാം ചോദിക്കേണ്ടത്? In the life of Jacob, yes, he has a lot of up and downs. യാക്കോബിന്റെ ജീവിതം നോക്കിയാലും തന്റെ ജീവിതത്തിൽ വളരെ പല നിലയിലുള്ള ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിരുന്നു. But has not the God protected him with in the wrath of Esau? യേശോവിന്റെ ആ ഒരു കാര്യത്തിൽ ദൈവം യാക്കോബിനെ നടത്തിയതായിട്ട് നാം കാണുന്നില്ലേ? Is that God not protected him from the wrath of Laban? ലാബാന്റെ ആ സാഹചര്യത്തിലും ദൈവം യാക്കോബിനെ സംരക്ഷിച്ച് നടത്തിയായിട്ട് നാം കാണുന്നില്ലേ? Oh, when he's been moved out of his from the house of Isaac, as Rebecca has told, please move out here, otherwise your life is going to be danger. He doesn't have anything. 10 paisa illa veeda. യാക്കോബിനോട് തന്റെ അമ്മ ആ ഭവനത്തിൽ നിന്ന് പോകാനായിട്ട് പറയുമ്പോൾ ഒരു പൈസ പോലും ഇല്ലാതെയാണ് താൻ അവിടെ നിന്ന് പോകാനായിട്ട് ഇടയായത്. Nothing he had. അവന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു. And when he got married and when he came back, see how much God has blessed him. എന്നാൽ അവൻ തന്റെ വിവാഹത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ എത്രമാത്രം അനുഗ്രഹീതനായിട്ടാണ് അവൻ മടങ്ങി വന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We know that on that night when he fighted with that mysterious man, we know it was Lord.
നമുക്കറിയാം യാക്കോബ് മടങ്ങി വന്നപ്പോൾ ആ ദൈവപുരുഷനുമായിട്ട് മല്ലിട്ട സാഹചര്യം നമുക്കറിയാം. The Lord has touched his feet. അവന്റെ കാലിൽ ദൈവം തൊടുവാനായിട്ട് ഇടയായി തീർന്നു. And his name was changed as Israel. അവന്റെ പേര് ഇസ്രായേൽ എന്ന് ആയി തീരുവാനായിട്ട് ഇടയായി. And is also said as prince with God. ദൈവത്തിന്റെ പ്രഭു എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള പേര്. But now he is into that position. He is saying, he is complaining and is worried about what is going to happen. തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി വ്യാകുലപ്പെട്ട് നിൽക്കുന്ന യാക്കോബിനെയാണ് നാം അവിടെ കാണുന്നത്. We could be very critical in the with Jacob here, but our life is not different here. നമുക്ക് ഒരുപക്ഷെ യാക്കോബിനെ ഇവിടെ വിധിക്കുവാൻ സാധിക്കുമെങ്കിലും നമ്മുടെ ജീവിതം ഇതിൽ നിന്നും യാതൊന്നും വിഭിന്നമല്ല. Well, let's read verse 29. 29ാമത്തെ വാക്യം റോമാലേഖനം 8-ാം അധ്യായം. Romans chapter 8 verse 29. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 29ാമത്തെ വാക്യം വായിക്കാം. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. So God has predestined us so that he has chosen us, he has given that salvation so that we could be confirmed into the image of his only begotten son. കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും മുൻ നിയമിച്ചിരിക്കുന്ന ആ കാര്യത്തെ പറ്റിയാണ് നാം ഇവിടെ കാണുന്നത്. Now we know Jacob's son Joseph. നമുക്ക് യാക്കോബിന്റെ മകൻ യോസേഫിന്റെ കാര്യം നമുക്കറിയാം. At the age of 17 he had been sold as a slave. 17ാമത്തെ വയസ്സ് പ്രായമായപ്പോൾ അവനെ ഒരു അടിമയായിട്ട് അവൻ വിൽക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. At the age of 30 he met Pharaoh. 30ാമത്തെ വയസ്സിൽ അവൻ ഫറോവിനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. And he has become the second position in that land of Egypt. ഇസ്രായേലിലെ രണ്ടാമത്തെ സ്ഥലത്തേക്ക് അവന്റെ പൊസിഷൻ ആയി തീരുവാനായിട്ട് ഇടയായി തീർന്നു. And 13 years we find here, from 17 to 30, age of 30, 13 years. ഏകദേശം 13 വർഷക്കാലം ആ നിലയിൽ ഒരു അടിമ എന്നുള്ള നിലയിൽ നിന്ന് മിസ്രൈമിലെ ഫറവോന്റെ അടുത്ത സ്ഥാനത്തുള്ള ഒരു വ്യക്തിയായി തീരുവാനിടയായി തീർന്നു. 13 years he been sold as a slave. He gone into the house of Potiphar. He been conspired. He had lived a prison life. He helped the prison mate, and he told the prison mate, please remember me when you go and do talk about me. But he forgot whatever he did. And that 13 years, remember 13 years he is waiting. 13 വർഷക്കാലം യോസേഫിന്റെ ജീവിതത്തിൽ പലവിധമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പോത്തിഫറിന്റെ ഭവനത്തിൽ, പിന്നീട് കാരാഗ്രഹത്തിൽ വെച്ച് അവനുണ്ടായിരുന്ന കൂട്ടുകാർ, അവരോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, അവിടെ വെച്ച് അവരുടെ കൂട്ടുകാർ മറക്കുന്ന സാഹചര്യം, അങ്ങനെ 13 വർഷക്കാലം അവൻ വളരെയധികം പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് ആ നിലയിൽ ഒരു സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് ഇടയായി തീർന്നത്. 13 years, I repeat, 13 years he's been waiting. 13 വർഷക്കാലം അവൻ അതിനുവേണ്ടി കാത്തിരുന്ന യോസേഫിനെ നാം അവിടെ കാണുന്നു. It's very easy to say, but it is very difficult to experience it. നമുക്ക് പറയുവാനായിട്ട് എളുപ്പമാണ്, പക്ഷേ അതിലൂടെ കടന്നു പോകുമ്പോൾ, അത് അനുഭവമാകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. Waiting. നാം കാത്തിരിക്കുക. Is this word there in our dictionary? അത് നമ്മുടെ ഡിക്ഷണറിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുമോ ആ വാക്ക്? We have a generation called baby boomer in marketing language, and then it's called millennial, then now it is Gen Z, and now later on is Gen Alpha. പല തലമുറകളെ പല പേരുകൊണ്ടാണ് വിളിക്കുന്നത്. മില്ലേനിയൽസ്, ജെൻ സി, ഇപ്പോൾ Gen Alpha. So where is this word patience coming here? Where is the word this waiting is here? ഇതിൽ എവിടെയാണ് ആ കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ള പദം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? Our forefathers, they literally struggled like anything. നമ്മുടെ പിതാക്കന്മാർ ആ നിലയിലുള്ള സാഹചര്യങ്ങളിലൂടെ, പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And in that struggle they waited for the Lord. എന്നാൽ ആ ഒരു സാഹചര്യത്തിന്റെ മധ്യത്തിലും അവർ ദൈവത്തിനായിട്ട് കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We read Psalms,
But in Psalms, this key word waiting has been many a times been mentioned. നാം സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകങ്ങളിൽ പല ആവർത്തി നാം കാത്തിരിക്കുക എന്നുള്ള വിഷയത്തെ പറ്റി നാം കാണുന്നുണ്ട്. One of the Psalms, one of my favorite Psalms we really like is Psalms 40. സങ്കീർത്തനങ്ങൾ 40-ാമത്തെ സങ്കീർത്തനം അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. Psalms 40 writes this. It started with this: I waited patiently for the Lord. 40-ാമത്തെ സങ്കീർത്തനം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. കാത്തിരിക്കുന്നു. I waited patiently for the Lord. ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. And he says that God has inclined his ear to me. അവിടെ നാം കാണുന്നത് എങ്ങനെയാണ്? ദൈവം എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. Yes, he has heard my cry. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് അവിടെ നാം കാണുന്നു. And he brought me out of that horrible pit. ആ ഒരു നാശകരമായ കുഴിയിൽ നിന്ന് ദൈവം എന്നെ കയറ്റിയതായിട്ട് അവിടെ നാം put me കാണുന്നു. into that rock, establish my going. എന്റെ കാലുകളെ അവൻ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്ന് നാം അവിടെ കാണും. Today also we've been hearing during this during our thoughts about Job. നാം ഇയ്യോബിനെ പറ്റി നാം ഇന്നും കേൾക്കുകയുണ്ടായല്ലോ. Very short, but the word mention of Job today in this morning we heard about it. ഇന്ന് രാവിലെ സമയവും ഒരു ചെറിയ ചിന്തയാണെങ്കിലും നാം ഇയ്യോബിനെ പറ്റി കേൾക്കുകയുണ്ടായി. Yeah, but there's a description of Job. That man is a man of perseverance. ആ മനുഷ്യൻ ഇയ്യോബിനെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ സഹിഷ്ണുതയുടെ ഒരു പര്യായമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. James 5 verse 11 it says, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം: സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടും ഇരിക്കുന്നു. Have you seen the patience of Job and the Lord which was very pitiful and his tender mercy? ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ട് കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നുവല്ലോ. 13 years he suffered. യോസേഫ് 13 വർഷക്കാലം അവിടെ സഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. To be conformed in the image of his son. ദൈവത്തിന്റെ പുത്രന് അനുരൂപരാകുവാൻ Probably the Sunday school will not help. ഒരുപക്ഷേ സൺഡേ സ്കൂൾ കൊണ്ട് മാത്രം സാധ്യമാകില്ല. Probably the Bible college could not give us that help. ഒരുപക്ഷേ ബൈബിൾ കോളേജിലെ പഠനവും ആ നിലയിൽ ഒരു കൃത്യമായിട്ടുള്ള പ്രയോജനം ലഭിക്കുകയില്ല. God need to send that suffering. ദൈവത്തിന് ആ ഒരു സഫറിംഗ്, ആ ഒരു കഷ്ടത അയക്കേണ്ട ആവശ്യമുണ്ട്. And there is a purpose for that. അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Let's not creep in our life. നമ്മുടെ ജീവിതത്തിൽ Creep Yeah. to cry, criticize. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നാം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. Now let's not creep in our life and let's take the suffering that is going in our life positively. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആ പരീക്ഷകളെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെയും അതിനെ പോസിറ്റീവായിട്ട് അതിനെ എടുക്കുവാനായിട്ട് ഇടയാകട്ടെ. There is a purpose. അതിനൊരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കുക. Joseph's suffering had a purpose. യോസേഫിന്റെ ജീവിതത്തിലെ പരീക്ഷകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാം. The family survived because of that suffering. അത് കാരണം ഒരു കുടുംബം മുഴുവനും അവിടെ രക്ഷപ്പെടുവാനായിട്ട് അവർക്ക് നിലനിന്ന് പോകാനായിട്ട് ഇടയായിത്തീർന്നു. Jacob and the son survived because of that suffering. യാക്കോബും അവന്റെ പുത്രന്മാരും ആ ഒരു ക്ഷാമകാലത്ത് മുന്നോട്ട് പോയത് യോസേഫ് നിമിത്തമാണ്. Israel, the nation, survived because of that suffering. ഇസ്രായേൽ എന്ന രാജ്യം പോലും അവിടെ രക്ഷപ്പെടുവാൻ ഇടയായി തീർന്നത് യോസേഫിന്റെ ജീവിതം മുഖാന്തരം. There was a plan from the nation of Israel that we got salvation through Lord Jesus Christ, and that lineage has to be from Israel, and there is a purpose for that. You see, God's purpose is so long. യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇസ്രായേൽ ഗ്രഹത്തെ നിലനിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയെ നമുക്ക് അതിലൂടെ കാണുവാനായിട്ട് സാധിക്കും. So the two things from the life of Jacob,
that God is a God of providence. രണ്ട് കാര്യങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദൈവം കാര്യങ്ങളെ നൽകുന്ന ഒരു ദൈവമാണ്. So God provides things. ദൈവം നമുക്ക് തക്ക സമയത്ത് നൽകുന്ന ദൈവമാണ്. God worketh all things together. He worked in our life all the bits and pieces. He take it together. He work it for good. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഇവിടെയും കിടക്കുന്ന സാഹചര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണ്. That we see from the life of Jacob. അത് നാം യാക്കോബിന്റെ ജീവിതത്തിൽ നിന്ന് കാണുകയുണ്ടായി. Also from the life of Joseph, that we learn that suffering is important. മാത്രമല്ല യോസേഫിന്റെ ജീവിതത്തിലും നാം കാണുകയുണ്ടായി, ഉണ്ടാകുന്ന പ്രതികൂലതകളും പ്രതിസന്ധികളും ദൈവം അത് രൂപപ്പെടുത്തുന്നതാണ്. Let's wait for the Lord. നമുക്ക് ദൈവത്തിനായിട്ട് കാത്തിരിക്കാം. Let's wait for His timing. അവന്റെ സമയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. He makes and He does everything beautiful in His own time. അവന്റെ സമയത്ത് സകലവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. God's time is not our time. ദൈവത്തിന്റെ സമയം നമ്മുടെ സമയമല്ല എന്ന് മനസ്സിലാക്കുക. Please don't calculate our time according to the God's plan. ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് നമ്മുടെ സമയത്തെ നാം ക്രമീകരിക്കാതിരിക്കുക. And that's where the things goes wrong. അവിടെയാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നതായിട്ട്. Let's trust Him. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. He works everything's good for us. ദൈവം സകല കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. Praise God. ദൈവത്തിന് സ്തോത്രം.